നിങ്ങളെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ കണ്ടാൽ മനസ്സിലാവാത്ത പോലത്തെ AI ജനറേറ്റഡ് കണ്ടാൽ ഒരർത്ഥമില്ലാത്ത സെൻസും ഇല്ലാത്ത കുറേ പടങ്ങളും അതിനെല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ നിന്ന് വായിക്കൊള്ളാത്ത കുടുകുടു മന്ത്രം കുക്കുടു മന്ത്രം പോലുള്ള പേരുകളും പറയുന്നതും കേട്ടായിരുന്നു. ഞാനും എന്തോ ഒരു ചെറിയ കാര്യമെന്ന് വിചാരിച്ച് വിട്ടായിരുന്നു. പക്ഷേ സംഗതി അല്പം സീരിയസ് ആണ്. ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സ് ആണ് അത്ര ഇതൊക്കെ. ഈ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കഷ്ടപ്പെട്ടിരുന്ന് വികസിപ്പിച്ചെടുത്ത ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളൊന്നുമല്ല ഇത്. AI ജനറേറ്റഡ് മീംസ് ആണ്. ഈ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മസ്തിഷ്കം. റോട്ട് എന്ന് വെച്ചാൽ ജീർണിക്കുക. അതായത് ബ്രെയിൻ റോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചിന്തകൾ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത, നമ്മുടെ ബ്രെയിനിനെ പ്രത്യേകിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാത്ത, ബ്രെയിനിന് പ്രയോജനകരമല്ലാത്ത ഇത്തരം ചിന്തകളെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഈ വാക്ക് പോലും കഴിഞ്ഞ വർഷമാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അവരുടെ ഡിക്ഷണറിക്കകത്ത് കയറ്റുക പോലും ചെയ്തത്. ഈ ബ്രെയിൻ റോട്ട് മീംസ് അല്ലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റലിയിൽ വലിയൊരു ട്രെൻഡായി മാറി. ടിക്ടോക്കിൽ, നമുക്കിപ്പോൾ ഇവിടെ ടിക്ടോക്ക് ഇല്ല, ഇന്ത്യയിൽ അത് നിരോധിച്ചിരിക്കുകയാണ്, പക്ഷേ അവിടെയൊക്കെ ടിക്ടോക്ക് ഉണ്ട്. അതിലാണ് ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ട്രെൻഡായത്. അത് നമ്മുടെ ഈ നാട്ടിലെ കൊച്ചു കേരളത്തിലെ പിള്ളേരും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് ബന്ധമെന്ന് ഞാൻ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത് സംഗതി ചില്ലറ കാര്യമല്ലെന്ന് അറിയുന്നത്. ഈ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സ് എല്ലാം എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത രണ്ട് സാധനങ്ങളുടെ ക്രോസ് ആയിരിക്കും. ഇപ്പം ബല്ലേറീന കാപ്പുച്ചീനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ട് പോലും. അതിൻ്റെ തല മറ്റേ കാപ്പുച്ചീനോ ഇല്ലേ, കാപ്പി, അതിൻ്റെ കപ്പാണ് അതിൻ്റെ തല, ഡാൻസ് കളിക്കുന്ന ഒരു രൂപം. ഇതൊന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. ഇത് എന്ത് തേങ്ങയാണിതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ തേങ്ങയാണ് ഇപ്പോൾ ഏറ്റവും വലിയ തേങ്ങ. ഇതങ്ങ് സെൻസേഷനായിട്ട് ഒരു ഓവർനൈറ്റ് ഇതിനകത്ത് മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ ഉണ്ടായി ഭയങ്കര ട്രെൻഡായിരിക്കുകയാണ്. ജെൻ ആൽഫയാണ് ഇതിന് പിന്നാലെ. എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. നമ്മൾ പ്രായമായതുകൊണ്ടായിരിക്കും, നമ്മൾ മില്ലിനിയൽസ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. എന്തായാലും ജെൻ ആൽഫ ഇതിന് പുറകെയാണ്. എന്താണ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും സെൻസ് വേണ്ടേ? യാതൊരു സെൻസും ഇല്ല. ഇങ്ങനത്തെ കുക്കുടുമന്ത്രം പോലത്തെ പേരുകളാണ് ഇതിനൊക്കെല്ലാം ഉള്ളത്. ഇതെല്ലാം കാണിക്കുന്ന എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ, അത് കാണുന്നു പിള്ളേർ. പക്ഷേ ഡേഞ്ചറസ് ആയത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ നോക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതനുസരിച്ച് കുക്കു പൂപ്പു ചുച്ചു തൂത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേരുകൾ കൊച്ചു കുട്ടികൾ പറയാണ്. ഈ കൊച്ചു കുട്ടിയോട് തന്നെ തൊട്ടടുത്ത വീട്ടിലെ എല്ലാവരുടെയും പേരറിയാമെന്നൊന്ന് ചോദിച്ചു നോക്കണം. വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ചോദിച്ചു നോക്കണം. അപ്പം ബേസിക്കായിട്ടുള്ള പ്രശ്നം, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഈ സാമൂഹിക ജീവിതത്തിൽ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇതാണോ അറിയുന്നത്? ഇതുപോലത്തെ സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ബ്രെയിൻ ഡംപ് ആവുകയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പം വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, അതവിടെ വിട്ടു, അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുഞ്ഞുങ്ങൾ എത്ര നേരം ഇത്തരത്തിലുള്ള നോൺ സെൻസിക്കലായിട്ടുള്ള കണ്ടൻറ്റ് കാണുന്നുണ്ടെന്നുള്ള കാര്യം പേരൻസ് ശ്രദ്ധിക്കണം. അപ്പം ഞാനിതിങ്ങനെ കേട്ടപ്പോൾ ഏതോ പിള്ളേർ കാണുമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നു, അവളുടെ മോള് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പേര് പറഞ്ഞു. എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവുന്നു? പേരൻസിന് മനസ്സിലാവുന്നില്ല. ഇത് ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? നമുക്ക് ഡിങ്കനെയും കുട്ടൂസിനെയൊക്കെ അല്ലേ അറിയുള്ളൂ. ഈ പിള്ളേർ ഇത് ആരുടെ കാര്യം? നമ്മൾ പറയാത്ത, നമ്മൾ എക്സ്പോഷർ കൊടുക്കാത്ത ഈ കാര്യങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങൾ അറിയുന്നു എന്ന് വിചാരിക്കുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തോ എവിടെയെങ്കിലും ടി വിയിലൊക്കെ കണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ മോൻ ഇതുപോലൊരു പേര് പറയുന്നു. ഇതെന്താണെന്ന് അമ്മയ്ക്ക് അറിയാവുമെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി. എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ കേട്ടായിരുന്നു, എന്തോ ഇറ്റാലിയൻ മീംസ് ഭയങ്കര സെൻസേഷൻ ആവുന്നു, അത് വെച്ച് റോബ്ലോക്സ് ഗെയിംസ് ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ പിള്ളേർ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആവുന്നു. ഈ ഗെയിംസിനകത്ത് ഓരോ സ്റ്റേജും കഴിയുമ്പോൾ, മൈൽ സ്റ്റോൺസ് കഴിയുമ്പം ഈ ക്യാരക്ടേഴ്സിനെ വിൻ ചെയ്യാം. അങ്ങനെ വിൻ ചെയ്യാൻ അനുവദിക്കാതെ ആ ഗെയിമിൻ്റെ അഡ്മിൻസ് എന്തോ കളികളൊക്കെ കളിച്ചിട്ട് ആ ക്യാരക്ടേഴ്സിനെ കിട്ടാണ്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ വലിയ വായിലെ കരയുന്നു. ആ വലിയ വായിലെ കരയുന്ന കുഞ്ഞുങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്നു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എന്ത് ലോകത്താണ് മനുഷ്യർ ജീവിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. അതൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും സൈഡിൽ കൂടെ പോകണേ കുഴപ്പമില്ല. ഇതിൻ്റെ ഇത്തരം കണ്ടൻറ്റുകളോടുള്ള എക്സ്പോഷർ ക്രമാതീതമായി കൂടുകയും അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുകയും വലിയ വഴിയിൽ കരയുന്ന അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അധികമായാൽ എന്തും അമൃതവും എന്താണെങ്കിലും വിഷം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം കണ്ടൻറ്റ് എത്രത്തോളം എക്സ്പോഷർ ഉണ്ടാവും എന്നുള്ള പ്രധാനമാണ്. എൻ്റെ മോൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതെന്താണെന്ന് അറിയാമെന്ന് ചോദിക്കുന്നു. അവനാണെങ്കിൽ വീക്ക് ഡേയ്സ് ഒന്നും ഈ ടി വിയോടുള്ള എക്സ്പോഷർ ഇല്ല. അപ്പം വീക്ക് ഡേയ്സിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്നതായി ഞാൻ. അപ്പോൾ സ്കൂളിൽ ആരോ പറഞ്ഞു കൊടുത്തതാണ്. 3-4 ക്യാരക്ടേഴ്സിൻ്റെ പേര് അവൻ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു, അതെന്തോ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സാണ്, നമുക്ക് ബ്രെയിനിൽ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളാണ്, അത് നീ ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നു. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ കുറേ പേരുകളുണ്ട്, വിചിത്രമായ ക്യാരക്ടേഴ്സ്. ക്രോക്കഡൈൽ ഹെഡഡ് എയറോപ്ലെയിൻ, ഒരു
പ്ലെയിനാണ്, അതിന് തല ഇങ്ങനെ മുതലയുടെ ആയിരിക്കും. അത് ബൊംബാർഡിറോ ക്രൊക്കോഡീലോ എന്തുവാണോ എന്തോ. നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനോടാണ് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വല്ല കൺട്രോളും ഉണ്ട്. ഇതെല്ലാം AI ജനറേറ്റഡ് ആണ്. ഒരു ലേശം എഫേർട്ട് പോലും വേണ്ടാത്ത ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സൃഷ്ടിച്ച് അതങ്ങ് സെൻസേഷൻ ആവുന്നു, അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അഡിക്റ്റഡ് ആവുന്നു. നമ്മുടെ കൺട്രോളിലേ അല്ലാത്തതുപോലെ പോവുകയാണ് കാര്യങ്ങൾ. ഈ AI ജനറേറ്റഡ് ഇമേജസ് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പോലും ചിന്തിക്കാനോ സ്റ്റഡി ചെയ്യാനുള്ള സമയം പോലും ആയിട്ടില്ല. ഇതിഞ്ഞ് വരുന്നു, സെൻസേഷൻ ആവുന്നു, പിള്ളേർ ഇത് കാണാതെ പറയുന്നു, അതെന്തോ വലിയ സംഭവമാണെന്ന് പേരൻസ് വിചാരിക്കുന്നു, അത് അവരുടെ ലോകമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ ഇത് എവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം, എവിടെ ഒരു ബൗണ്ടറി വെക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിന് മുന്നേ ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ തലയിൽ കൂടെ കയറി ഇതിലെ കൂടെ കയറി ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് എന്ത് തരം കണ്ടൻറ്റാണ് കുഞ്ഞുങ്ങൾ കാണുന്നതെന്നും അത് അവർക്ക് നല്ലതാണോ എന്ന് നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ എന്തെന്നാ ബൊംബാർഡിനോ ക്രോക്കോഡീലോ എന്തെന്ന് സാധനം, എനിക്കിതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, ഞാൻ പഠിക്കാനും പോകുന്നില്ല. ബൊംബാർഡിറോ ക്രോക്കോഡീലോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ആ സമയത്ത് ഈ നാട്ടിൽ നടക്കുന്ന 1-2 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അറിഞ്ഞാലോ? നമ്മളെ കുഞ്ഞുങ്ങൾ പുറമേ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവെയർ ആയിരിക്കണം. സ്കൂളിൽ പോകുന്നു, 4 അക്ഷരം പഠിക്കുന്നു, ABCD പടപടാന്ന് എഴുതുന്നു, അതായിരിക്കില്ല അവരുടെ ലോകം. ഈ ലോകത്ത് എന്തെങ്കിലും നടക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഈ ലോകത്തെ സംഭവങ്ങളെപ്പറ്റിയൊക്കെ അവർക്കൊരു ജനറൽ അവബോധം ഉണ്ടാവണം. എന്നാലേ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന സിറ്റിസൻസായിട്ട് അവർ വളരുകയുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം എന്തോ, പിള്ളേരെല്ലാം മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അവിടെ പോയി പഠിക്കുന്നു, അവിടെ താമസം വെക്കുന്നത് എങ്ങനെയാണ്. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇനി എന്താ നമുക്കെങ്ങനെ അറിയാം? അതുകൊണ്ട് എന്ത് കാര്യത്തിനെയും ഒരു ഡൗട്ട്ഫുൾ നേച്ചറോട് കൂടിയേ സമീപിക്കാവുള്ളൂ. ഇത്തരം ബ്രെയിൻ റോട്ടാണ്, നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ, നോൺസെൻസിക്കൽ കാര്യങ്ങൾ, അതിനൊരു കുറച്ച് നേരം ഒന്ന് കണ്ട് അത് എന്തൊരു സ്റ്റുപ്പിഡിറ്റിയാണ്, സെൻസ്ലെസ് ആണെന്ന് വിചാരിച്ച് വിടുന്നതിന് പകരം അതിലേക്കൊരു അഡിക്ഷൻ പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ള കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല, ഒരു കാര്യവും ഇല്ലാത്ത നോൺസെൻസിക്കലായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെയാണ്. അതിനുവേണ്ടി സമയം കളയരുത്, നമ്മുടെ പിള്ളേരുടെ സമയം കളയരുത്. ആ സമയത്തോടെ അവർക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കുക.